സ്കൂൾ കുട്ടികൾ സ്കൂൾ യൂണിഫോം ധരിച്ചുകൊണ്ട് സ്കൂൾ സമയത്ത് ഒഴിഞ്ഞ മൂലകളിലേക്ക് എത്തുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പകൽ സമയം വെയിൽ കൊള്ളരുതെന്ന് സർക്കാർ പറയുന്ന സമയത്ത് സെക്രട്ടേറിയറ്റിന്റെ നടയിൽ അവര് സമരം ചെയ്യുകയാണ്. കഴക്കൂട്ടത്ത് രൂപീകരിക്കപ്പെട്ട പച്ചക്കറി വ്യാപാരത്തിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട അഗ്രാറ്റ എവോൺ എക്സിം എന്ന് പറയുന്ന കമ്പനിക്ക് 1 കോടി ഗ്ലൗസിന് ഓർഡർ കൊടുക്കുകയാണ്. ലൈഫ് വീട് ഇവർ ആഘോഷിക്കുന്നു. പക്ഷേ കടമെടുത്ത് ലൈഫ് ഭവന പദ്ധതിയുടെ കാശ് കാത്തിരിക്കുന്നവർ പലരും ആ വീടിനുള്ളിൽ, പണിതീരാത്ത വീടിനുള്ളിൽ നമസ്കാരം. ബംഗാളിലും ത്രിപുരയിലുമൊക്കെ കമ്മ്യൂണിസ്റ്റ് ഭരണമുണ്ടായിരുന്നു. വർഷങ്ങൾ നീണ്ടുനിന്ന കമ്മ്യൂണിസ്റ്റ് ഭരണം ഉച്ചസ്ഥായിലെത്തുകയും എന്നാൽ അധികാര ദുർവിനിയോഗം നടത്തുകയും അധികാരത്തിന്റെ ഭ്രാന്ത് തലയിൽ നേതാക്കന്മാർക്ക് പിടിക്കുകയും ചെയ്തതോടുകൂടി അധികാരം നഷ്ടപ്പെടുകയും സമ്പൂജ്യരായി മടങ്ങേണ്ടി വരികയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ടായി. കേരളത്തിലും സമാനമായ സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. CPM എന്ന് പറയുന്ന സംഘടന, ഇടതുപക്ഷ പാർട്ടികൾ അതിൻ്റെ അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. 3ാം പിണറായി സർക്കാർ എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ക്യാപ്റ്റനും മന്ത്രി പുങ്കവന്മാരുമൊക്കെ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നത്. എന്നാൽ കേരളത്തിൽ അതിഭീകരമായ ഭരണവിരുദ്ധ വികാരമുണ്ട്. ഇനിയൊരു ഘട്ടത്തിൽ പിണറായി വിജയൻ നാട് ഭരിക്കുമോ എന്നാണ് നമുക്കറിയേണ്ടത്. ഈ വിഷയത്തിൽ പ്രതികരണവുമായി എത്തുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി വീണ എസ് നായരാണ്. പിണറായി വിജയന്റെ നേതൃത്വത്തിലാണ് 2 തുടർ ഭരണങ്ങളും ഇവിടെ സംഭവിക്കുന്നത്. അടുത്ത വർഷവും 3ാം ടൈമിലും ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ട് ഇവർ അധികാരത്തിലെത്തുമെന്ന് തന്നെയാണ് ഇവരുടെ ഭാഷയിൽ നിന്നും ധാർഷ്ട്യത്തിൽ നിന്നും ഇവർ തന്നെ പറയുന്നത്. പാർട്ടി ക്ലാസ്സുകളിൽ അങ്ങനെയായിരിക്കും പഠിപ്പിക്കുന്നുണ്ടാവുക. അങ്ങയുടെ അഭിപ്രായത്തിൽ ഇനിയൊരു തുടർഭരണം ഇവിടെ സാധ്യമാണോ? പിണറായി വിജയന്റെ ഭരണത്തിൽ ഒരുപാട് വിള്ളലുകളും പരാജയങ്ങളും അഴിമതികളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അദ്ദേഹത്തിന്റെ ഒരു മുഖ്യമന്ത്രി നിലയിലുള്ള പതനം, അതുപോലെ വകുപ്പുകളെ കൃത്യമായി മാനേജ് ചെയ്യാൻ പറ്റാത്തതിന്റെ പ്രശ്നങ്ങൾ, ആഭ്യന്തര വകുപ്പ് ഇന്നോളം കേരളം കണ്ടതിൽ ഏറ്റവും പരാജയപ്പെട്ട അവസ്ഥയിലാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പുള്ളത്. ഞാൻ അവരെ കുറ്റം പറയില്ല. സാധാരണക്കാരെ പോലീസുകാരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാര്യം ഒരു SFIക്കാരനൊന്ന് വേദന എടുത്തെന്ന് പറഞ്ഞാൽ പിന്നെ ആ പോലീസുകാരൻ കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ കിടന്ന് ഓടേണ്ടുന്ന ഒരു അവസ്ഥ വരും. അല്ലെങ്കിൽ അവനെ ഓടിക്കും. ഞങ്ങൾ നിന്നെയൊക്കെ കാണിച്ചു കൊള്ളാം എന്നാണ് പറയുന്നത്. CPMന്റെ അണികളാണ്. പേരിൽ ഒരു പാർട്ടിയിലെ അംഗമാണെങ്കിൽ എന്തഴിഞ്ഞാട്ടവും കാണിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് കാര്യങ്ങളെല്ലാം മാറുന്നു. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ ഒരു വശത്ത്, ഈ പൊതുജനാരോഗ്യമൊക്കെ ഇവിടെ പൂർണ്ണമായും ശരിയാണ്. അമേരിക്ക എന്താ പറയുക, വലിയ ഫാസിസ്റ്റ് രാഷ്ട്രമാണ്. മുതലാളിത്ത വ്യവസ്ഥ എന്ന് പറയുമ്പോൾ നേരെ അങ്ങോട്ടേക്ക് ചികിത്സയ്ക്ക് പോകാൻ പറ്റുന്ന പിണറായി വിജയന്റെ ഒരു വലിയ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങയുടെ അഭിപ്രായത്തിൽ തുടർഭരണം അല്ലെങ്കിൽ ഇവിടെ ഒരു നാട്ടിലൊരു ഭരണവിരുദ്ധ വികാരം ഉണ്ടോ? എന്തായിരിക്കും കോൺഗ്രസിന്റെ അടുത്ത ഒരു ലക്ഷ്യം? അടുത്ത് എങ്ങനെയാണ് നിങ്ങൾ തെരഞ്ഞെടുപ്പിനെ വരാൻ ഇനി കുറച്ച് മാസങ്ങൾ കൂടിയുള്ളൂ? ഇനി ഒരു തുടർഭരണം എന്നുള്ളത് സഖാക്കളുടെ സ്വപ്നം മാത്രമാണ് എന്ന് ഞാൻ ഒരു പൗര എന്നുള്ള നിലയിൽ വിശ്വസിക്കുന്നു. ഇനി എങ്ങാനും അങ്ങനെ ഒരു തുടർഭരണം വരികയാണ് എങ്കിൽ കേരളത്തിലെ ജനങ്ങൾ അത്രയും വലിയ മണ്ടന്മാരാണ് എന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും. അത്രയും മണ്ടന്മാരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ അക്കമിട്ട് നിരത്തി കാരണങ്ങൾ പറയാം. മുഖ്യമന്ത്രിയുടെ വകുപ്പ് ആഭ്യന്തര വകുപ്പ്. പാലക്കാട് ചെന്താമര നമ്മൾ ഓർക്കുന്നുണ്ടാവും. ചെന്താമര ജയിലിൽ നിന്ന് ഇറങ്ങി വീണ്ടും 1ലധികം കൊലപാതകങ്ങൾ നടത്തി പോയ വാർത്ത നമ്മുടെ കേരളം ചർച്ച ചെയ്തിട്ട് അധികം മാസങ്ങളായില്ല. സഖാവ് പിണറായി വിജയന് തുടർഭരണം കൊടുക്കേണ്ടത് എന്ത് കാരണത്താലാണ്? ഞാൻ വിശ്വസിക്കുന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ, കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി അടയാളപ്പെടുത്തപ്പെടാൻ പോകുന്നത് 2 കാരണങ്ങളുടെ പേരിലായിരിക്കും. ഒന്ന് ഒരു അച്ഛൻ മകൾക്ക് വേണ്ടി ഭരണം നടത്തിയ സർക്കാരിന് നേതൃത്വം നടത്തിയ അല്ലെങ്കിൽ നൽകിയ ക്യാപ്റ്റൻ എന്നുള്ള നിലയിലും, രണ്ടാമതായി കേരളത്തിലെ ഒരു തലമുറയെ മുഴുവൻ നശിക്കാനായി മയക്കുമരുന്നിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുത്ത് കയ്യും കെട്ടി AC മുറിയിൽ അഭിരമിച്ചിരുന്ന ഒരു സർക്കാരിന് നേതൃത്വം കൊടുത്ത തലവൻ എന്നുള്ള നിലയിൽ നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഈ സ്ഥലത്തിന് അല്പം മീറ്ററുകൾ നിങ്ങളൊന്ന് സഞ്ചരിച്ചു നോക്കുക. സ്കൂൾ കുട്ടികൾ സ്കൂൾ യൂണിഫോം ധരിച്ചുകൊണ്ട് സ്കൂൾ സമയത്ത് ഒഴിഞ്ഞ മൂലകളിലേക്ക് എത്തുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്തിനാണ് സ്കൂൾ കുട്ടികൾ അങ്ങനെ എത്തുന്നത്? ഞാൻ രണ്ടാമതായി പറഞ്ഞ ആ മയക്കുമരുന്ന് അടക്കമുള്ള ലഹരി വസ്തുക്കൾ, ഡാർക്ക് നെറ്റിലൂടെ ലഹരി
ഇടപാട് നടത്തുന്ന തരത്തിലേക്ക് നമ്മുടെ കേരളത്തിലെ ലഹരിയുടെ ടെക്നോളജി വികസിച്ചു എന്നുള്ളത് വാർത്തയിലൂടെ നമ്മൾ അറിഞ്ഞിട്ടുള്ളതാണ്. MDMA ആയും അല്ലാതെ സ്റ്റാമ്പായും മറ്റ് പല രൂപത്തിൽ ഭാവത്തിൽ നമ്മൾ അറിയാം. ഈ വെഞ്ഞാറമൂട്ടിൽ ഒരു മകൻ ഒന്നിലധികം കുടുംബാംഗങ്ങളെ കൊലപ്പെടുത്തിയ സംഭവം വാർത്ത നമ്മൾ കേട്ടു. ഇതെങ്ങനെ സാധിക്കുന്നു? ജനിപ്പിച്ച കുറ്റത്തിന് അമ്മയെ കൊന്നു എന്ന ഒരു മകൻ അയൽ വീട്ടുകാരോട് കൊടുവാള്, അമ്മയെ കൊല്ലാൻ കൊടുവാള് അറിയാതെ കൊടുത്തതാണ്, കൊല്ലാനാണ്, അത് മടക്കിക്കൊണ്ട് ചെന്ന ആ നെയ്ബേഴ്സിനോട് എന്താ മോനെന്ന് ചോദിച്ചപ്പോൾ എന്നെ ജനിപ്പിച്ച കുറ്റത്തിന് ഞാൻ എൻ്റെ അമ്മയെ കൊന്നു എന്ന് ഒരു മകൻ പറയാൻ പറ്റുന്ന തരത്തിലേക്ക് എങ്ങനെയാണ് കേരളത്തിലെ യുവാക്കളുടെ മസ്തിഷ്കം മാറ്റപ്പെട്ടത്? അതിനുള്ള ഉത്തരവാദിത്വം ആരുടേതാണ്? അത് ഞാൻ വിശ്വസിക്കുന്നു കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനും അതുപോലെ എക്സൈസ് വകുപ്പിനും ഒക്കെ അതിനകത്ത് വലിയ ഉത്തരവാദിത്വമുണ്ട്. അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ സാധിക്കില്ല. പക്ഷേ ഇതേ നേതാക്കന്മാരുടെ മക്കൾ വീട്ടിലിരുന്നു കൊണ്ട് ഒരു ജോലിയും ചെയ്യാതെ കോടിക്കണക്കിന് രൂപ മാസപ്പടിയായിട്ട് അവരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തുന്നു. നമ്മുടെ തെരുവിൽ ആശാപ്രവർത്തകർ 150 ദിവസത്തിലധികമായിട്ട് സെക്രട്ടേറിയറ്റ് നടയിൽ നമ്മുടെ ആശാപ്രവർത്തകർ സമരം ഇരിക്കുകയാണ്. അവരാദ്യം സമരം ചെയ്തു, അത് കഴിഞ്ഞ് മുടി മുറിച്ച് സമരം ചെയ്തു, തല മുണ്ഡനം ചെയ്ത് സമരം ചെയ്തു. ഞാനും അവിടെ അവർക്ക് ഐക്യദാർഢ്യവുമായിട്ട് എത്തി. എൻ്റെ മുടി മുറിച്ച് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഒരാളാണ്. കൊടും വെയിലത്ത്, ഫെബ്രുവരിയുടെ മാർച്ചിൻ്റെ ഏപ്രിലിലെ കൊടും വെയിലത്ത് അവര് പകൽ സമയം വെയിൽ കൊള്ളരുതെന്ന് സർക്കാർ പറയുന്ന സമയത്ത് സെക്രട്ടേറിയറ്റിൻ്റെ നടയിൽ അവർ സമരം ചെയ്യുകയാണ്. എന്നിട്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അവർ നടന്ന് പ്രതിഷേധം അറിയിച്ചു. പിണറായി അനങ്ങിയോ? കഴിഞ്ഞ ദിവസം PP ദിവ്യ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുന്നത് നമ്മൾ കണ്ടു. ഭരിക്കുന്ന കസേരയിൽ ഇരിക്കുന്നത് സ്ത്രീയാണെങ്കിൽ ആളുകൾക്ക് ഒരല്പം മൂപ്പ് കൂടുമെന്ന് പറഞ്ഞ് അവർ പോസ്റ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഇതേ പിണറായി വിജയൻ്റെ സർക്കാരിനോട് നമുക്ക് കേരളത്തിലെ സ്ത്രീകളോട് ചോദിക്കാനുള്ളത്, ആശാപ്രവർത്തകർ കോവിഡ് കാലത്ത് നമ്മുടെ സൈനികരായി പ്രവർത്തിച്ചവർ സ്വന്തം ജീവനെ, ഇപ്പം ആൻറ്റി റാബീസിനെ കുറിച്ച് അല്ലെങ്കിൽ റാബീസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. എൻ്റെ ഒരു പരിപാടി, ഞാൻ ഉദ്ഘാടനം ചെയ്യാൻ പോയ ഒരു പരിപാടിയിൽ ആശാപ്രവർത്തകയായിരുന്ന ഞങ്ങളുടെ ഒരു ചേച്ചിയുണ്ട്. അവർ ഇപ്പോൾ പഞ്ചായത്ത് മെമ്പറാണ്. അവർ പ്രസംഗിച്ചത് ഞാൻ എൻ്റെ അടുത്തിരുന്ന് ഞാൻ കേട്ടതാണ്. ചേച്ചി പറഞ്ഞത്, റാബീസ് ബാധിച്ച ഒരു കുഞ്ഞ്, ആ കുഞ്ഞിന് കൃത്യമായ സുരക്ഷിതമായ ഒരു ആരോഗ്യ സംവിധാനത്തിന് വേണ്ടി അവരുടെ വീട്ടുകാർ വല്ലാതെ കഷ്ടപ്പെടുന്ന കണ്ടിട്ട് പ്രവർത്തകർ അവർക്ക് അരികിലേക്ക് സഹായ ഹസ്തവുമായിട്ട് എത്തിയിട്ടുണ്ട്. അങ്ങനെ സ്വന്തം ജീവൻ പണയം വെച്ച് ദിനരാത്രങ്ങൾ പണിയെടുക്കുന്ന അവർ 232 രൂപയ്ക്ക് ജോലി ചെയ്യുക. അവരുടെ ന്യായമായ ആവശ്യം, ഈ സംസ്ഥാനത്ത് പട്ടിണി കിടക്കാൻ 500 രൂപ, 4 അംഗങ്ങളുള്ള ഒരു കുടുംബത്തിന് ഞാൻ കണക്കൂട്ടി നോക്കി, മര്യാദയ്ക്കൊന്ന് പട്ടിണി കിടക്കണമെങ്കിൽ 500 രൂപ വേണം. എങ്ങനെയാണെന്നറിയോ? ഒരു പാലിൻ്റെ വില എത്രയാ? അരിയുടെ വില എത്രയാ? വെളിച്ചെണ്ണയുടെ വില എത്രയാ? ഭക്ഷണം കഴിച്ച് ജീവിക്കണമെങ്കിൽ കുഞ്ഞുങ്ങളെ സ്കൂളിൽ ഏറ്റവും മിനിമൽ സംവിധാനങ്ങളുമായി പഠിക്കാൻ വിടണമെങ്കിൽ ഈ നമ്പർ 1 കേരളം എന്ന് പറഞ്ഞ് തുടർഭരണത്തിലേക്ക് വരുമ്പോൾ PR സ്റ്റണ്ട് അല്ലേ നമ്മൾ കാണുന്നത്? ആണല്ലോ, PR സ്റ്റണ്ട്. ഈ PR സ്റ്റണ്ട് തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ അല്ല. ഞാൻ ആ PR സ്റ്റണ്ടിനെതിരെ പ്രതികരിച്ചതിൽ ഈ സർക്കാരിൻ്റെ നടപടി നേരിട്ടിട്ടുള്ള ഒരാളാണ്. കോവിഡിൻ്റെ സമയത്ത് വലിയ രീതിയിൽ വൈകിട്ടത്തെ പത്രസമ്മേളനങ്ങൾ നടക്കുമ്പോൾ അവരുടെ PR ആക്ടിവിറ്റിയെ വിമർശിച്ചുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടതിൻ്റെ പേരിൽ എനിക്കെതിരെ എടുത്ത ആദ്യത്തെ ചർച്ച ചെയ്യപ്പെട്ട ഒരു പോസ്റ്റ് കേസ് അതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അന്ന് കോവിഡ് ലോക്ക്ഡൗൺ സമയത്ത് എറണാകുളത്ത് എത്തണം എന്നും പറഞ്ഞ് നിർദ്ദേശം വന്നു. ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നീട് ഹൈക്കോടതിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പോയി ഏതാണ്ട് ക്വാഷ് ചെയ്ത അവസ്ഥയിലാണ് ആ കേസുള്ളത്. അപ്പോൾ ഈ PR സ്റ്റണ്ട് നിരന്തരമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കോവിഡ് കാലത്തെ അഴിമതികൾ നിങ്ങൾ പരിശോധിച്ച് നോക്കുക. കോവിഡ് ബ്രിട്ടനിൽ നിന്ന് വരെ വിളിച്ച് അന്വേഷിച്ചു, എങ്ങനെയാണ് ശൈലജ ടീച്ചർ കോവിഡിനെ തടഞ്ഞു നിർത്തിയെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ കേസ് നടക്കുകയാണ്. 550 രൂപയുടെ PPE കിറ്റ് 1550 രൂപയ്ക്ക് മഹാരാഷ്ട്രയിലെ സാൻ ഫാർമ എന്ന് പറയുന്ന തട്ടിക്കൂട്ട് കമ്പനിയിൽ നിന്ന് വാങ്ങുന്നു. കഴക്കൂട്ടത്ത് രൂപീകരിക്കപ്പെട്ട പച്ചക്കറി വ്യാപാരത്തിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട അഗ്രാറ്റ എവോൺ എക്സിം എന്ന് പറയുന്ന കമ്പനിക്ക് 1 കോടി ഗ്ലൗസിന് ഓർഡർ കൊടുക്കുകയാണ്.
പച്ചക്കറി കമ്പനിക്ക് കോവിഡ് കാലത്ത് ഓർഡർ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം വിചാരിക്കും ആ കോവിഡ് ഷെൽട്ടർ ഇവർ ഒരുക്കിയല്ലോ, അവിടെ കിടക്കുന്ന പേഷ്യൻസിന് നല്ല സാമ്പാറും അവിയലിനും ഒക്കെ പച്ചക്കറിക്ക് വേണ്ടിയിട്ടുള്ള ഓർഡർ കൊടുത്തു എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും. പക്ഷേ അവർക്ക് കൊടുത്തത് 1 കോടി ഗ്ലൗസിനുള്ള ഓർഡറാണ്. വെന്റിലേറ്റർ, അതുപോലെ ഇൻഫ്രാറെഡ് തെർമോമീറ്റർ, അന്ന് നമുക്കറിയാം ലൈറ്റ് കത്തുന്ന തെർമോമീറ്ററാണ് ഉപയോഗിച്ചത്. ആ ഇൻഫ്രാറെഡ് തെർമോമീറ്റർ, വെന്റിലേറ്റർ, അതുപോലെ AC, A to Z അന്ന് നടന്നിട്ടുള്ള പർച്ചേസിലും അഴിമതി നടത്തിയിട്ടുള്ള സർക്കാരാണ്. ഇനി കോവിഡ് മരണങ്ങൾ എങ്ങനെയാണ് പുറത്തു വന്നത് കണക്ക്, ആ കണക്ക് പുറത്തു വരാൻ കോടതി വരാന്തയിലേക്ക് സാധാരണക്കാർക്ക് എത്തേണ്ട സാഹചര്യം വന്നു. കോടതി ഉത്തരവിനെ തുടർന്നാണ്, നിർദ്ദേശത്തെ തുടർന്നാണ് കോവിഡ് മരണ കണക്ക് പോലും പുറത്തുവിടാൻ സർക്കാർ തയ്യാറായി. അന്ന് തുടങ്ങിയ PR, ആ PR വലയിൽ വീണ ജനങ്ങൾ വീണ്ടും തുടരുന്ന PR, വീണ്ടും ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഞാൻ വിചാരിക്കുന്നു ഇനി കഷ്ടിച്ചൊരു 100 ദിവസമോ 120 ദിവസമോ ഒക്കെ മാത്രമാണ് അവശേഷിക്കുന്നത്. നമ്മളെ ഈ സർക്കാർ PR കാണിച്ച് ഒരു കിണറിലേക്ക് തള്ളിയിട്ടു. നമ്മുടെ കയ്യും കാലും ഒക്കെ ഒടിഞ്ഞ അവസ്ഥയിലാണ്. കേരളത്തിൻ്റെ ആകെക്കടം 6 ലക്ഷം കോടിയിലേക്ക് എത്താൻ പോവുകയാണ്. ചരിത്രത്തിൽ ആദ്യമായി സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയ സർക്കാർ എന്നുള്ള റെക്കോർഡ് പിണറായി വിജയൻ്റെ സർക്കാരിനാണ്. എന്നോട് ചോദിച്ചല്ലോ, തുടർഭരണം ജനങ്ങൾ കൊടുക്കും എന്നുള്ള വിശ്വാസത്തിലാണ് അവരെന്ന്. ഇത്രയും കാരണങ്ങൾ പറഞ്ഞു. മലയോരത്ത് എന്താ നടക്കുന്നത്? മലയോരത്ത് ഏക്കർ കണക്കിനുള്ള കൃഷി കളഞ്ഞുകൊണ്ട്, ആ ഭൂമി തന്നെ ഉപേക്ഷിച്ചുകൊണ്ട് ജനങ്ങൾ മലയോര പ്രദേശങ്ങളിൽ നിന്ന് ജീവൻ കൈ പിടിച്ച് ഓടുകയാണ്. 10 വർഷത്തിനിടയിൽ 1000-ഓളം വിലപ്പെട്ട ജീവനുകളാണ് ഈ വന്യജീവി ആക്രമണത്തിൽ ഈ സംസ്ഥാനത്തിന് നഷ്ടമായിട്ടുള്ളത്. ഈ സർക്കാർ എന്താണ് ചെയ്തത്? മലയോര ജനതയോട് എന്താണ് ചെയ്തത്? മുതലപ്പുഴയിൽ എത്ര വിലപ്പെട്ട ജീവനുകളാണ് നമുക്ക് നഷ്ടപ്പെട്ടത്? തീരദേശ മേഖലയിൽ ജീവിക്കുന്ന ജനങ്ങളോട് എന്താണ് ഈ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലത്ത് കൊടുത്തിരുന്ന കെറസിൻ സബ്സിഡിയാണ് ഇന്നും അവർക്ക് ലഭിച്ചു. അതിൽ നിന്ന് ഒരു 50 രൂപ കൂട്ടാൻ കരിഞ്ചന്തയിൽ എത്ര ഇരട്ടി വില കൊടുത്താണ് നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ കെറസിൻ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ തീരദേശ മേഖലയോട് ഇവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? മലയോരം നോക്കൂ, തീരദേശ മേഖല നോക്കൂ, കർഷകരുടെ അവസ്ഥ നോക്കൂ. നാളികേര കർഷകരുടെ അവസ്ഥ എന്താണ്? നെൽകർഷകരുടെ അവസ്ഥയാണ്. എത്ര നെൽകർഷകരാണ് ഇതിനോടകം ആത്മഹത്യ ചെയ്തിട്ടുള്ളത്? ലൈഫ് ഭവന പദ്ധതി എന്താണ് അവസ്ഥ? പൈസ കിട്ടുന്നുണ്ടോ കൃത്യമായിട്ട്? ഇല്ല. ലൈഫ് വീട് ഇവരാഘോഷിക്കുന്നു, പക്ഷേ കടമെടുത്ത് ലൈഫ് ഭവന പദ്ധതിയുടെ കാശ് കാത്തിരിക്കുന്നവർ പലരും ആ വീടിനുള്ളിൽ, പണിതീരാത്ത വീടിനുള്ളിൽ ആത്മഹത്യ ചെയ്ത വാർത്തകൾ നമ്മുടെ കേരളം കേട്ടിട്ടുണ്ട്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മാനിഫെസ്റ്റോയിൽ 2500 രൂപ ആക്കും എന്ന് പറഞ്ഞതാ. ഇപ്പോഴും എത്രയായിട്ടുണ്ട് ആ രൂപ? എത്ര മാസമായിട്ട് അത് മുടങ്ങിക്കിടക്കുന്നു? ഇവരെ എന്തേലും ചോദിച്ചു കഴിഞ്ഞാൽ UDFൻ്റെ ഭരണകാലത്ത് അത് ഇത് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകൾ അവർ പ്രൊപ്പഗേറ്റ് ചെയ്യും. ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലത്ത് കൃത്യമായി എത്ര തവണയാണ് മുടങ്ങിയിട്ടുള്ളത്, ആ മുടങ്ങാനുള്ള സാങ്കേതികമായ സാഹചര്യം എന്തായിരുന്നു എന്നുള്ളത് ഞാൻ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ M സ്വരാജ് ചോദിച്ച ചോദ്യത്തിന് TM തോമസ് ഐസക് തന്നെ സഭയിൽ ഉത്തരമായിട്ട് പറഞ്ഞിട്ടുണ്ട് 3 മാസത്താണെന്ന്. ഇവിടെ 6, 7, 8 മാസം മുടങ്ങിക്കിടക്കുമ്പോൾ ആശാപ്രവർത്തകർ അവിടെ 232 രൂപ ഒന്ന് വർദ്ധിപ്പിക്കാനായിട്ട് സമരം ചെയ്യുമ്പോൾ PSC മെമ്പർക്ക് ലക്ഷങ്ങൾ ശമ്പളം കൂട്ടുന്ന എന്നിട്ട് ഈ ആശാപ്രവർത്തകരെ നോക്കി ചിരിച്ച് കാണിക്കുന്ന മ്ലേച്ഛമായ അവസ്ഥയിലാണ് നമ്മുടെ സംസ്ഥാനം പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ റെക്കോർഡിനാണോ പിണറായി വിജയന് തുടർഭരണം നൽകേണ്ടത് എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ഇവിടുത്തെ പ്രതിപക്ഷം ശക്തമായി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുന്നുണ്ട്, നിരന്തരമായി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഇനിയും ഇറങ്ങും, ക്യാമ്പയിൻ ചെയ്യും, കൃത്യമായ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും. ഇതൊന്നുമല്ലാതെ സപ്ലൈകോയിൽ പോകുന്നവർക്കറിയാം അവിടെ എന്തുണ്ട് എന്തില്ല എന്നുള്ളത്, റേഷൻ കടയിൽ പോകുന്നവർക്ക് അറിയാം എന്തുണ്ടില്ല എന്നുള്ളത്, അതുപോലെ സാമൂഹ്യ പെൻഷൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നവർക്കറിയാം എന്താണ് കിട്ടുന്നതും കിട്ടാത്തതെന്നുള്ളത്. ജനങ്ങൾ ബോധവാന്മാരാണ്. ഒരിക്കലും അവർ വീണ്ടും മണ്ടന്മാരാവാൻ തയ്യാറാവില്ല എന്നാണ്, അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെടാൻ തയ്യാറാവില്ല എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങയുടെ വാക്കുകൾ പൂർണ്ണമായ അർത്ഥത്തിൽ എനിക്കൊരു പിക്ചർ തരുന്നുണ്ട് കേരളത്തിൻ്റെ നിലവിലെ സാഹചര്യത്തെക്കുറിച്ച്. എന്തായാലും ഒരുപാട് നന്ദി. ഈ പിണറായിയുടെ വിജയൻ ഭരണത്തിൽ എന്തായാലും ആളുകൾ അതിന് മറുപടി തെരഞ്ഞെടുപ്പ് വോട്ടവകാശത്തിൽ കൊടുക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. താങ്ക് യു.